Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Jamanur International Jewelers, traditionally trusted for 162 years. പട്ടാമ്പി ടൗണിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുന്നു. ഇതുമൂലം വ്യാപാരികൾ വലിയ ദുരിതത്തിലാണ്. കഴിഞ്ഞ 1.5 മാസത്തോളമായി കുടിവെള്ളം ലഭ്യമാവാത്ത സ്ഥിതിയാണെന്നാണ് പരാതി. പട്ടാമ്പി ടൗൺ ഉൾപ്പെടുന്ന റെയിൽവേ സ്റ്റേഷൻ സമീപത്താണ് കഴിഞ്ഞ 1.5 മാസത്തോളമായി കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട്. റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള കുടിവെള്ള പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവർത്തികളിലെ കാലതാമസം തന്നെയാണ് ഇതിന് കാരണം. ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളാണ് ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത്. സമീപത്തെ കിണറുകളിൽ നിന്നും മറ്റും വെള്ളം എടുക്കുവാനുള്ള സംവിധാനമൊരുക്കിയാണ് ഇപ്പോൾ കുടിവെള്ളം കണ്ടെത്തുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ജോലിക്ക് വരുന്നവർ ആദ്യം സ്ഥാപനത്തിലേക്ക് ആവശ്യമായ വെള്ളം കണ്ടെത്തേണ്ട അവസ്ഥയിലാണ്. പലതവണ ഇക്കാര്യം അധികൃതരെ അറിയിച്ചുവെങ്കിലും ശാശ്വതമായ പരിഹാരം ഇതുവരെയും ഉണ്ടായില്ലെന്നാണ് പരാതി. ഈ വെള്ളത്തിന് 1-2 മാസമായിട്ട് ഇവിടെ ഭയങ്കര പ്രശ്നം. യാസ് റൂട്ടിൽ ഇവിടെ വേറെ നമ്മളെ ശിവേട്ടൻ്റെ വന്ദന ഫാൻസി ശിവേട്ടൻ്റെ അടുത്ത് കിണറ്റിൽ നിന്ന് വെള്ളം പോയിട്ട് ഞങ്ങൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഹോട്ടലിലേക്ക് വെള്ളമില്ല, ഇവിടെ അപ്പുറത്തെ ഹോട്ടലിൽ വെള്ളമില്ല, ഇവിടെ യൂണിക് സർജിക്കൽസിലില്ല, അതിൻ്റെ ഫ്രണ്ടിൽ അവിടെ നിന്നും വെള്ളമില്ല. അവിടെ നിന്ന് നേരെ വിളിച്ചപ്പോൾ കുറേ കുടം കൊണ്ടു വന്നിട്ട് ഞങ്ങളവിടെ കൊണ്ടുപോയിട്ട് വെള്ളം പിടിച്ചിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അവിടെ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തു, എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊന്നും കാര്യമില്ല, വെള്ളമില്ല. ഇവിടെ ലേഡീസൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാം ഇവിടെ കടകളിലൊക്കെ ലേഡീസാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിന് സമീപത്തെ കുടിവെള്ള പൈപ്പിന്റെ പുനഃസ്ഥാപിക്കൽ പ്രവർത്തികൾ പാതി വഴിയിലാണ്. ഇതുതന്നെയാണ് ഈ പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് ഇടയാക്കിയിരിക്കുന്നത്. പാതയുടെ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ നടപ്പാക്കിയെങ്കിലും കുടിവെള്ളം പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള അനുബന്ധ പ്രവൃത്തികൾ ഇപ്പോഴും മന്ദഗതിയിലാണ്. പരാതി പറഞ്ഞു അടുത്ത വ്യാപാരികൾ ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. റോഡ് പെട്ട ആർക്കൊക്കെ കഴിഞ്ഞു. ഇവിടെ ഈ ഫസ്റ്റിൽ ഇവിടെ വെള്ളം കയറി വരുന്നിടത്തിൽ കയറാനും പറ്റില്ല. പിന്നെ പൊടി വേറെ, റോഡ് കംപ്ലീറ്റ് പൊടി. എന്നിട്ട് ഈ വെള്ളം വെച്ചിട്ട് പൊടി കുറെ അടിച്ചു കളി. അതാണ് അതൊരു ബുദ്ധിമുട്ട്. റോഡൊക്കെ ആകെ പ്രശ്നമാണ്. കടയ്ക്കൊക്കെ പൊടി കയറിയിട്ട് ആകെ ഇതാണ് ബുദ്ധിമുട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തായാലും പെട്ടെന്നൊന്ന് ശരിയാക്കി തന്നാൽ എനിക്ക് നല്ല